മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്. അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി, അന്നത്തെ മൂല്യം 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയുമില്ല. എന്തിന് AFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൻ്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാർ ഉള്ളതിൻ്റെയോ പോലും രേഖകളില്ല. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് നൽകിയത്. ഇത് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്ര അനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷണം നേരിടുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്ര അനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. അർജന്റീന ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം അർജന്റീന ടീമിൽ നിന്നും ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് അടുത്തിടെ സമൻസ് അയച്ചിരുന്നു. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിലുള്ളത്. 2 വർഷത്തിനു ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറുകയായിരുന്നു. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യ കത്തയച്ചത്. അതിന് 20 ദിവസം മുൻപ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അന്ന് മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ സ്ഥാപനത്തിനെന്നും റിപ്പോർട്ടിലുണ്ട്. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിലെ വീഴ്ചയും പരാമർശിക്കുന്നുണ്ട്. അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ മുൻ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, ഡയറക്ടർ P. വിഷ്ണുരാജ് എന്നിവർക്കൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനം നടത്തി. എന്നാൽ AFA ക്ഷണിച്ചതിൻ്റെ രേഖകളൊന്നും സർക്കാരിൻ്റെ കൈവശമില്ല. ആരുമായാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നും വ്യക്തമായിട്ടില്ല.